ഹായ് ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ സ്വീഡൻ ഡയറീസ്. ഇതെൻ്റെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇൻഫോർമാറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് സ്വീഡനിലാണ്. സ്വീഡനിലെ യൂണിവേഴ്സിറ്റി ഓഫ് ഹോദയിൽ പ്രൈവസി ഇൻഫർമേഷൻ ആൻഡ് സൈബർ സെക്യൂരിറ്റി എന്നുള്ള കോഴ്സിലെ മാസ്റ്റർ സ്റ്റുഡൻ്റാണ് ഞാനിപ്പോൾ. അപ്പോൾ എന്നെപ്പോലെ ബാച്ചിലേഴ്സോ മാസ്റ്റേഴ്സോ ഒക്കെ സ്വീഡനിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ആവുകയാണെങ്കിൽ അത് നല്ലതല്ലേ. മെയിനായിട്ടും 2 ഇൻടേക്സ് ആണ് സ്വീഡനിലുള്ളത്, സ്പ്രിംഗ് ആൻഡ് ഓട്ടം ഇൻടേക്ക്. അതിൽ സ്പ്രിംഗ് ഇൻടേക്ക് ജനുവരിയിലാണ് നമുക്ക് ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ ലാസ്റ്റ് വീക്കിൽ സ്പ്രിംഗ് ഇൻടേക്കിൽ വന്നവർക്കുള്ള ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ദി മേജർ ഇൻടേക്ക് ഈസ് ഓട്ടം ഇൻടേക്ക് വിച്ച് ഈസ് കമ്മിങ് ഇൻ ഓഗസ്റ്റ് ആൻഡ് സെപ്റ്റംബർ. സോ അതിലേക്കുള്ള ആപ്ലിക്കേഷൻസ് കൊടുക്കാനുള്ള ഡെഡ് ലൈൻ ഓൾറെഡി പാസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ജനുവരി മിഡോട് കൂടിയിട്ടാണ് ആപ്ലിക്കേഷൻ ഡെഡ് ലൈൻസ് വരാറ്. പിന്നെ എന്തെങ്കിലും എക്സ്ട്രാ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഫെബ്രുവരി വരെ ടൈം ഉണ്ടായിരിക്കും. ആൻഡ് മാർച്ച് 21 ഇപ്പോൾ നിങ്ങൾ മാസ്റ്റേഴ്സിനാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ മാർച്ച് 21 റിസൾട്ട്സ് വരുന്നത്. അതായത് നിങ്ങൾ ഓപ്റ്റ് ചെയ്ത കോഴ്സിലേക്ക് അഡ്മിറ്റ് ആയോ ഇല്ലയോ എന്നുള്ളതിൻ്റെ റിസൾട്ട്സ് യൂണിവേഴ്സിറ്റി അഡ്മിഷൻസിൽ നിന്ന് വരുന്നത് മാർച്ച് 21 അത് നമുക്ക് കണ്ടീഷണലി അഡ്മിറ്റഡ് എന്ന് പറഞ്ഞാണ് മെയിൽ വരുന്നത്. കാരണം നമ്മൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആയതുകൊണ്ട് കണ്ടീഷണലി അഡ്മിറ്റഡ് ആണ്, വിച്ച് മീൻസ് യു ഹാവ് ടു പേ ദ ട്യൂഷൻ ഫീസ്. നിങ്ങൾ ഓപ്റ്റ് ചെയ്ത കോഴ്സിന് ഫസ്റ്റ് സെമ്മിലേക്ക് എത്രയാണോ ഫീസ് വേണ്ടത് അത് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ സീറ്റ് അവിടെ വാലിഡ് ആയിട്ടിരിക്കൂ. അതിനവരൊരു ഡെഡ് ലൈൻ തരും, ജൂൺ വരെ ആയിരുന്നു എനിക്ക്. പക്ഷേ നമ്മളത് നേരത്തെ അടയ്ക്കണം. ബിക്കോസ് അത് അടച്ചാൽ മാത്രമേ നമുക്ക് റെസിഡൻസ് പെർമിറ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ട്യൂഷൻ ഫീ അടച്ചതിന് ശേഷം അടുത്ത മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റെസിഡൻസ് പെർമിറ്റിന് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതിന് 5 റിക്വയർമെൻറ്റ്സ് ആണുള്ളത്. ഒന്ന്, നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ളൊരു പാസ്പോർട്ട് വേണം. 2, ഫുൾ ടൈം ആയിട്ടുള്ള കോഴ്സിനാണ് നിങ്ങൾ അഡ്മിറ്റ് ആയിട്ടുള്ളത് എന്നുള്ളതിനൊരു പ്രൂഫ് വേണം. അത് നമുക്ക് നോട്ടിഫിക്കേഷൻ ഓഫ് സെലക്ഷൻ ഓഫ് റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അഡ്മിഷൻ ആയതിൻ്റെ മെയിൽ വരുന്നതിൻ്റെ ഒപ്പം തന്നെ കിട്ടും ഒരു PDF, അത് കിട്ടും. അതാണ്. മൂന്നാമത്തത്, നിങ്ങൾ ട്യൂഷൻ ഫീ അടച്ചു എന്നുള്ളതിനൊരു പ്രൂഫ് വേണം. അതും നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടും. നമ്മൾ ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് കൺഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെയിൽ വരും. അത് നമുക്ക് യൂസ് ചെയ്യാം. നാലാമത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, വിച്ച് ഇസ് ലിവിങ് എക്സ്പെൻസ്. നമ്മൾ എത്ര നാളത്തേക്കാണോ റെസിഡൻസ് പെർമിറ്റിന് അപ്ലൈ ചെയ്യുന്നത് അത്രയും നാൾ ഫിനാൻഷ്യലി നമുക്ക് ബാക്കപ്പ് തരാനുള്ള അല്ലെങ്കിൽ ബാക്കപ്പിനുള്ള അവസ്ഥ നമുക്കുണ്ട് എന്ന് കാണിക്കുന്ന ഒരു പ്രൂഫ് വേണം. നിങ്ങൾ 13 മാസത്തേക്കാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കണം. അഞ്ചാമത്തത് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. അത് നമുക്ക് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യും, നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ 5 റിക്വയർമെൻറ്റ്സ് ആണ് റെസിഡൻസ് പെർമിറ്റിന് അപ്ലൈ ചെയ്യാനായിട്ടുള്ളത്. ലിവിങ് എക്സ്പെൻസിൻ്റെ കാര്യത്തിൽ കുറച്ച് ചേഞ്ചസ് കഴിഞ്ഞ വർഷത്തിനേക്കാളും വന്നിട്ടുണ്ട്. 2024 ഞാൻ വരുമ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് ലിവിങ് എക്സ്പെൻസായി കാണിക്കേണ്ടത് 10,314 സെക്കാണ് പെർ മന്ത്. സ്വീഡിഷ് ക്രോൺസ് ആണ് സ്വീഡനിലെ കറൻസി, സെക്കാണ് SEK ആണ് സ്വീഡനിലെ കറൻസി. സോ പെർ മന്ത് അത്രയും എമൗണ്ട് ആണ് കാണിക്കേണ്ടത്. അപ്പോൾ 13 മാസത്തേക്കാണെങ്കിൽ അത്ര എമൗണ്ട് ഇൻറ്റു 13. 2025 ജനുവരി തൊട്ട് അതിലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 10,584 ക്രോൺസ് ആണ് ഒരു സ്റ്റുഡൻറ്റിന് കാണിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ 12 മന്ത്സിനാണോ 13 മന്ത്സിനാണോ വരുന്നത് എന്നുണ്ടെങ്കിൽ അത് ഇൻറ്റു 30. ഇപ്പോൾ എൻ്റെ കേസിലാണെങ്കിൽ ഞാനും ഹസ്ബൻഡും പിന്നെ എൻ്റെ മോളും ആയിട്ടാണ് ഒരുമിച്ചാണ് വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ 13 മാസത്തേക്കുള്ള ലിവിങ് എക്സ്പെൻസ് നമ്മൾ അക്കൗണ്ടിൽ കാണിക്കണം. അപ്പോൾ ജനുവരി 2025 തൊട്ട് സ്റ്റുഡൻറ്റിന് 10,584 SEK പെർ മന്തും, സ്പൗസിന് 4,410 പെർ മന്തും, ചൈൽഡിന് 2,646 പെർ മന്തുമാണ്. ഇതെല്ലാം ഇൻറ്റു 13 അല്ലെങ്കിൽ 12 ആണ് നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. ആസ് പെർ 2025 ഇതാണ് എമൗണ്ടിൻ്റെ ഒരു റേഞ്ച്. ഇത്രയും നാളത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഒരു 3 മന്തോ 6 മന്തോ ആയിട്ടുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ്റെ ഒപ്പം അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഒരു പോസിറ്റീവ് കാര്യം എന്ന് പറയുന്നത് സ്വീഡനിലേക്ക് നമുക്ക് ബ്ലോക്ക് അക്കൗണ്ട് അല്ല, നമ്മൾ ജർമ്മനിയിലേക്കൊക്കെ പോകുമ്പോൾ ബ്ലോക്ക് അക്കൗണ്ട് കാണിക്കുന്നു മിക്ക കോഴ്സുകൾക്കും. സോ ഇവിടെ നമുക്ക് ബ്ലോക്ക് അക്കൗണ്ട് ഇല്ല. ഈ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പൈസ വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ മാക്സിമം നമ്മൾ നമ്മുടെ പ്രൊസീജിയേഴ്സൊക്കെ കഴിയുന്നത് വരെ ഈ എമൗണ്ട് കീപ്പ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. പിന്നീട് പെട്ടെന്നൊരു എന്തെങ്കിലും ഒരു റീവാലുവേഷനോ അല്ലെങ്കിൽ റീചെക്കൊക്കെ വരുവാണെങ്കിൽ ആ സമയത്ത് ഇതുപോലെ നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞ് നമ്മൾ സ്വീഡനിൽ എത്തുന്നത് വരെയെങ്കിലും ആ എമൗണ്ട് അവിടെ കീപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. ഇപ്പോൾ കുറേ യൂണിവേഴ്സിറ്റീസൊക്കെ
2 ഇയർ വിസ അലൗ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫിനാൻഷ്യലി പോസിബിൾ ആവുമെങ്കിൽ 2 ഇയർ വിസ എടുത്ത് വരാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് പേഴ്സണലി. കാരണം നമ്മൾ സെക്കൻഡ് ഇയർ ആകുമ്പോഴും ഇപ്പോൾ 13 മാസത്തേക്കാണ് നമ്മൾ എടുത്ത് വന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് ഇയറിലും അതുപോലെ തന്നെ കോഴ്സ് കഴിഞ്ഞ് ജോബ് സീക്കർ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോഴെല്ലാം ഇതേ എമൗണ്ട് കാണിച്ച്, കൂടിയാലേ ഉള്ളൂ, കുറയില്ല ഒരിക്കലും, ഇതേ എമൗണ്ട് തന്നെ കാണിച്ച് നമ്മൾ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ 2 ഇയർ വിസ എടുത്താണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും, ഫിനാൻഷ്യലി കുറച്ചും കൂടി നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ടും ശ്രദ്ധിക്കാനുള്ളത് അഡ്മിഷൻ റിസൾട്ട്സ് വന്നു കഴിഞ്ഞാൽ. പിന്നെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ഉള്ളത്. ഇതിനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ആഡ് ചെയ്യുന്നതാണ്. ആൻഡ് ഇതിന് ശേഷം ബാക്കി വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും നമുക്ക് ഡിസിഷൻ വരുന്നതും അതുപോലെ ബാക്കി ഇനി ചെയ്യാനുള്ള കാര്യങ്ങളും വേറൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.